CV അനുമോദ് ചേരുന്നു. അനുമോദ്, അവസാനവട്ട കണക്കെടുപ്പിൽ ബൂത്തുകളിൽ നിന്നടക്കമുള്ള കണക്കുകൾ ശേഖരിക്കുമ്പോൾ എന്താണ് UDFിൻ്റെ ഒരു സാധ്യത? വലിയ വിജയപ്രതീക്ഷയാണ് UDF ഇപ്പോഴും ഉള്ളത്. അതിൽ വോട്ട് ശതമാനം ഭൂരിപക്ഷം എങ്ങനെയെന്ന് UDF കണക്കുകൂട്ടുന്നു? ഇടതുമുന്നണിയുടെ കണക്കുകളും എങ്ങനെയാണ്? സജിത്ത്, അന്തിമ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDFന് 5000-ലും 10,000-ലും ഇടയ്ക്ക് വോട്ടിന് ജയിക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. പ്രധാനമായിട്ടും അവർ ലീഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് വഴിക്കടവ്, മൂത്തേടം, അതുപോലെ തന്നെ ചുങ്കത്തറ, എടക്കര തുടങ്ങിയ മേഖലകളിലാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് LDFനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കുന്ന അമരമ്പലം, പോത്തുകല്ല്, കരുളായി തുടങ്ങിയ മേഖലകൾ. അവിടെ ഈ അൻവറിൻ്റെ വലിയ തോതിലുള്ള പ്രചരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ LDFനും UDFനും ഒരുപോലെ ഈ ഘട്ടത്തിൽ കണക്കുകൾ അന്തിമമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണവും അൻവറിൻ്റെ ഒരു സാന്നിധ്യമാണ്. PV അൻവർ എത്ര വോട്ട് ഏതെല്ലാം മേഖലകളിൽ നേടുമെന്നതിന് ഒരു തരത്തിലും അവർക്ക് കണക്കാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വഴിക്കടവ് മേഖലയിൽ UDF ഏറെ പ്രതീക്ഷ വയ്ക്കുന്നു, പക്ഷേ അവിടെ അൻവർ നല്ലപോലെ പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്നാൽ പോത്തുകല്ല്, അമരമ്പലം, കരുളായി തുടങ്ങി LDFൻ്റെ പ്രതീക്ഷ അർപ്പിക്കുന്ന മേഖലകളിലും അൻവറിന് നല്ലപോലെ പ്രചരണമുണ്ട്. അപ്പോൾ അൻവർ ഉദ്ദേശിക്കുന്നത് പിണറായിക്കെതിരായ പോരാട്ടമാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളിൽ 40% നേടുമെന്ന് പറയുമ്പോൾ അത് ഇടതു ക്യാമ്പുകൾക്ക് വലിയ ആശങ്ക നൽകുന്നുണ്ട്. രണ്ട് തരത്തിലാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, അൻവർ നേടുന്ന വോട്ടുകൾ അത് വഴിക്കടവ്, അതേപോലെ മൂത്തേടം, എടക്കര തുടങ്ങിയ മേഖലകളിൽ അൻവർ UDFൻ്റെ പ്രതീക്ഷകളെ കവച്ചു വെച്ച് വോട്ടുകൾ നേടാൻ കഴിഞ്ഞാൽ LDFന് അവിടെ നേരിയ തോതിലുള്ള സാധ്യതകൾ നിലവിലുണ്ട്. അത് കടന്നുകൂടുമെന്ന് പറയാം. മറുവശത്തായിട്ട് അൻവർ നേടുന്നത് പോത്തുകല്ല്, അമരമ്പലം, അതേപോലെ തന്നെ കരുളായി തുടങ്ങിയ മേഖലകളിൽ അൻവർ വലിയ തോതിൽ വോട്ടുകൾ സമാഹരിക്കാനായാൽ അത് തിരിച്ചടി ഉണ്ടാക്കുക LDFനാണ്. അത് UDFനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു ഘടകമായിരിക്കും. ഇത്തരത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷകളുള്ളത്. അൻവർ നേടുന്ന വോട്ടുകളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുക. അൻവർ 15,000-നും 25,000-നും ഇടയിൽ വോട്ട് നേടുമെന്നൊരു കണക്കൂട്ടലാണ് അൻവറിനുമുള്ളത്. പുറമെ നമ്മൾക്ക് അദ്ദേഹം 25,000 വോട്ടിന് ജയിക്കുമെന്നൊക്കെ പറയുമ്പോൾ പോലും അൻവറിൻ്റെ ക്യാമ്പിൻ്റെ പ്രതീക്ഷയും 15,000-നും 20,000-നും ഇടയ്ക്ക് വോട്ടുകൾ നേടി അൻവർ കരുത്ത് തെളിയിക്കും എന്ന് തന്നെയാണ്. അത് ഏതെല്ലാം മേഖലകളിൽ നിന്നാകുമെന്ന് അൻവറിനും കണക്കാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം അത്തരത്തിൽ ഒരു സംവിധാനമല്ല LDFൻ്റെയോ UDFൻ്റെയോ പോലെ ഓരോ വോട്ടും കണക്കാക്കാൻ കഴിയുന്ന സംവിധാനമല്ല അൻവറിൻ്റെ എന്നതുകൊണ്ട് തന്നെ അൻവർ നേടുന്ന വോട്ടുകൾ എത്രത്തോളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് തുടരുകയാണ്. സജിത്ത്. യെസ് അനുമോദ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ PV അൻവറിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. അൻവറിൻ്റെ നിലപാട്, അൻവറിൻ്റെ വിജയപ്രതീക്ഷയില്ല എന്നത് ഏറെക്കുറെ ആ വാക്കുകളിൽ നിന്ന് ഊഹിക്കാം. അങ്ങനെയെങ്കിൽ UDF വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ അൻവർ തൻ്റെ വോട്ടുകൾ താൻ പ്രതീക്ഷിക്കുമെന്ന് പിടിച്ചുവെന്ന് കരുതിയ വോട്ടുകൾ UDFിലേക്ക് പോയി എന്ന് തന്നെയാണോ? അങ്ങനെയെങ്കിൽ ഒരു മലക്കം മറിച്ചിലല്ലേ അൻവർ നടത്തിയിരിക്കുന്നത്? തീർച്ചയായും അൻവർ താൻ ജയിച്ചില്ലെങ്കിൽ ഒളിഞ്ഞ പിണറായി ജയിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് അരുൺ ഷൗക്കത്ത് ജയിക്കട്ടെ അല്ലെങ്കിൽ UDF ജയിക്കട്ടെ എന്ന് തന്നെയാണ്. അതായത് അൻവർ അപ്പോൾ കൂടുതലായിട്ടും പുറമേക്ക് അദ്ദേഹം പറഞ്ഞിരുന്നത് UDFൻ്റെ വോട്ടുകൾ കൂടുതൽ നേടുമെന്നാണെങ്കിലും അദ്ദേഹം കാര്യമായിട്ട് ശ്രമിച്ചിരിക്കുന്നത് LDFൻ്റെ ശക്തമായ മേഖലകളിൽ പ്രവർത്തിക്കുക, അവിടെ നിന്ന് വോട്ട് സമാഹരിക്കാൻ എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിലൊക്കെ UDFനെതിരെ ശക്തമായി പ്രചരണം നടത്തി എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്ന അൻവർ പക്ഷേ ഇപ്പോൾ അവകാശപ്പെടുന്നത് LDFൻ്റെ ശക്തമായ മേഖലകളിൽ നിന്നാണ് തനിക്ക് വോട്ട് കിട്ടുക. അതായത് അമരമ്പലത്ത് നിന്നും, കരുളായിൽ നിന്നും, പോത്തുകല്ലിൽ നിന്നും അൻവറിന് LDFൻ്റെ വോട്ടുകൾ ലഭിക്കുമെന്നാണ് അൻവർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. താൻ ജയിച്ചില്ലെങ്കിൽ UDF ജയിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് പിണറായിക്കെതിരായുള്ള പോരാട്ടം, അവിടെ LDF സ്ഥാനാർത്ഥി തോൽക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അൻവറിൻ്റെ മലക്കം മറിച്ചിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ കാണുന്നത്. നേരത്തെ UDFനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ അൻവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പുറത്തു വന്ന് 2ാം ദിവസം പറഞ്ഞിരിക്കുന്നത് LDFൻ്റെ സ്ഥാനാർത്ഥി തോൽക്കും എന്നൊരു കണക്കുകൂട്ടലാണ്. താൻ ജയിച്ചില്ലെങ്കിൽ LDF തോൽക്കും എന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതായത് പുറമേക്ക് അദ്ദേഹം UDF മേഖലകളിലാണ് ശക്തമായ പ്രചരണം നടത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോഴും അൻവറിൻ്റെ വലിയ തോതിലുള്ള പ്രചരണവും വോട്ട് സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് LDFൻ്റെ സ്ട്രോങ് ഹോൾഡ് ഏരിയയിൽ, അതായത് ശക്തമായ മേഖലകളിൽ തന്നെയാണ് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. അൻവറിൻ്റെ നിലപാട്
ഇന്ന് അദ്ദേഹം കുറെ കൂടി വ്യക്തമാക്കുമ്പോൾ 2 പിണറായിമാരാണ് ഇവിടെ മത്സരിച്ചിരുന്നത്. തെളിഞ്ഞ പിണറായി, ഒളിഞ്ഞ പിണറായി. താൻ ജയിക്കുന്നില്ലെങ്കിൽ അത് തെളിഞ്ഞ പിണറായി തോൽക്കണം, അപ്പോൾ ഒളിഞ്ഞ പിണറായി ജയിക്കട്ടെ എന്ന് അൻവർ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ലക്ഷ്യമിടുന്നത് LDFിൻ്റെ തോൽവി തന്നെയാണെന്ന് അൻവർ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സജിത്ത്. യെസ്, എന്തായാലും അൻവർ ഓരോ ദിവസവും പറയുന്നത് മാറ്റി പറയുന്ന അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അൻവർ അത്തരമൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഭൂരിപക്ഷം സംബന്ധിച്ച് 75,000 വോട്ട് കിട്ടുമെന്ന് ഒരു ദിവസം പറഞ്ഞ അൻവർ ഇന്നിപ്പോൾ നിലപാട് മാറ്റുന്നു. എന്തായാലും ഇടതു വലതു മുന്നണികളുടെ കണക്കെടുപ്പിൽ അൻവർ കാര്യമായ വോട്ട് സമാഹരിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നതാണ്. ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, അൻവർ സമാഹരിക്കുന്ന വോട്ടുകൾ മാത്രമേ പ്രവചനാതീതമായ ഒരു സാഹചര്യം മാത്രം അവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഏറെക്കുറെ പ്രതീക്ഷകൾക്ക് സമമാണ്. അനുഭവം ഒരു കാര്യം കൂടി, ഈ കണക്കെടുപ്പിൽ അൻവർ ഏതെങ്കിലും മേഖലയിൽ പ്രത്യേകമായ ഒരു മുന്നേറ്റം നടത്തിയതായ സൂചനകളുണ്ടോ? അതല്ലെങ്കിൽ അൻവർ ഈ കണക്കെടുപ്പ് പുറത്തു വരുന്നതനുസരിച്ച് അൻവർ ഒരുപക്ഷെ NDAയേക്കാൾ താഴ്ന്ന വോട്ടുകൾ മാത്രമേ സമാഹരിക്കുകയുള്ളൂ എന്ന് തന്നെയാണോ? ചില മുന്നണികളുടെ പ്രതീക്ഷകളും കണക്കുകളും അങ്ങനെയാണ് വരുന്നത്. അല്ല, അത് സംബന്ധിച്ച് നമ്മൾ ഈ കാര്യത്തിൽ അൻവറിൻ്റെ ക്യാമ്പുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അൻവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, അമരമ്പലം മേഖലകളിൽ നിന്നാണ്. അതിൽ തന്നെ വഴിക്കടവും മൂത്തേടവും അതിനു പുറമെ പോത്തുകല്ലും ഇവിടെ നിന്നാണ് അൻവർ ഏറ്റവും അധികം വോട്ട് നേടുമെന്ന് കരുതുന്നത്. അൻവറിനെ സംബന്ധിച്ച് 15,000-ന് മുകളിൽ ഏറ്റവും ചുരുങ്ങിയ തോതിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അൻവറിൻ്റെ ക്യാമ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ UDFിൽ നിന്നും LDFിൽ നിന്നും ഒരുപോലെ വോട്ട് നേടിയിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് അൻവർ എടുത്തു പറയുന്നതും തനിക്ക് അനുകൂലമായിട്ട് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്, താൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന വാദത്തെ ജനങ്ങൾ തള്ളിയതിൻ്റെ തെളിവാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് അനുകൂലമായിട്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്, വോട്ടർമാരുടെ ഭാഗത്ത് സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അൻവർ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അൻവർ നേടുന്ന വോട്ടുകൾ ഏതൊക്കെ 2 തരത്തിൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ 15,000-ന് മുകളിൽ വോട്ട് നേടി കരുത്ത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഇനിയൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുകയില്ല. 2, അരിടൻ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ അത് അൻവർ നേടുന്ന വോട്ടുകളെക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നതെങ്കിലും അൻവറിന് മുന്നോട്ട് പോകാനാകില്ല. അപ്പോൾ ആര്യടൻ ഷൗക്കത്തിൻ്റെ ജയവും അൻവറിൻ്റെ ഭൂരിപക്ഷവും അൻവർ നേടുന്ന വോട്ടുകളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആര്യടൻ ഷൗക്കത്ത് നേരിയ മാർജിനിലാണ് ജയിക്കുന്നതെങ്കിൽ പോലും അൻവർ നേടുന്ന വോട്ടുകൾ അത് 10,000-ന് മുകളിലൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയമായിട്ട് അൻവറിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് UDF മാറുകയും അവിടെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് അൻവറിന് നിലനിൽക്കുകയും അതുവഴി UDFിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ശരി, അതാണ് സാഹചര്യം. എന്തായാലും നിലമ്പൂർ രാഷ്ട്രീയം അങ്ങനെയാണ്. 23-ന് നിലമ്പൂരിലെ വിധിയെടുത്ത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. 23-ന് തെരഞ്ഞെടുപ്പ് ഫലം വോട്ടെണ്ണും.